ഹായ്, എൻ്റെ പേര് മിഥുൻ. ഞങ്ങളുടെ ഫേമിൻ്റെ പേര് യുഗ ഡിസൈൻസ് എന്നാണ്. ഞങ്ങൾ മലപ്പുറം ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആർക്കിടെക്ചർ ഫേമാണ്. ബാംഗ്ലൂർ, തമിഴ്നാട്, കേരള 3 സ്റ്റേറ്റ്സിലാണ് ഇപ്പോൾ നമ്മൾ സർവീസസ് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മലപ്പുറത്ത് ജയപ്രകാശ് എന്നൊരു ക്ലയന്റിന് വേണ്ടി നമ്മൾ ചെയ്തൊരു റെസിഡൻസ് പ്രോജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മലപ്പുറം ടൗണിൽ നിന്ന് വളരെ അടുത്ത് ജസ്റ്റ് 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ള ഒരു സൈറ്റിലാണ് ഈ പ്രൊജക്ട് ഉള്ളത്. അറൌണ്ട് ഒരു 2700 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു പ്രൊജക്റ്റ് ആണിത്. ശിവൻ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഒരു 7 സെന്റ് ലാൻഡിലാണ്. നമ്മൾ ആക്ച്വലി ആ സൈറ്റ് ആദ്യം വിസിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം, ആ സൈറ്റിനോട് ചേർന്ന് ആ 7 സെന്റ് ലാൻഡിനോട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പഴയ തറവാട് വീട്, മേ ബി അറൌണ്ട് 200 ഇയേഴ്സ് ഓളം പഴക്കമുള്ള ഒരു പഴയ തറവാട് വീടും അതിനോട് ചേർന്ന് ഒരു തറവാട്ട് അമ്പലവും ഉണ്ടായിരുന്നു. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ഈ ഇല്ലവും അമ്പലവും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ആ സൈഡിൽ പോകുമ്പോൾ നമുക്ക് ആദ്യം വന്നൊരു ഫീല് ജസ്റ്റ് അതിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വളരെ ട്രോപ്പിക്കൽ ആയിട്ടുള്ള കുറച്ച് ട്രഡീഷണൽ എലമെന്റ്സോട് കൂടിയുള്ള ഒരു വീട് പ്ലാൻ ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മൾ സൈറ്റ് കണ്ടപ്പോൾ നമുക്ക് ഇനീഷ്യലി ഫീൽ ചെയ്തത്. പക്ഷെ ക്ലയന്റിന്റെ ആവശ്യങ്ങൾ ആക്ച്വലി ഡയറക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ആണ് ക്ലയന്റ് ഉണ്ടായിരുന്നത്. അവർക്ക് കംപ്ലീറ്റ്ലി മോഡേൺ ആയിട്ടുള്ള ഒരു വീടായിരുന്നു ആവശ്യം. സോ നമ്മളതപ്പോൾ എങ്ങനെ പ്ലാൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ബ്ലെൻഡ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം എന്നതാണ് ശിവം നമ്മൾ ഡെവലപ്പ് ചെയ്തത്. ആക്ച്വലി ശിവം എക്സ്റ്റേണലി കാണുമ്പോൾ വളരെ മോഡേൺ ആയിട്ടുള്ള ഫ്ലാറ്റ് റൂഫ്ഡ് ആയിട്ടുള്ള വൈറ്റ് വാൾസ് ഉള്ള വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു കണ്ടംപററി വീടാണ് എക്സ്റ്റേണലി ശിവം. ബട്ട് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ശിവത്തിന്റെ ക്യാരക്ടറിൽ ചെറിയൊരു ഷിഫ്റ്റ് വരുന്നുണ്ട്. കുറച്ചും കൂടി ട്രഡീഷണലിലേക്ക് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഇന്റീരിയർ കോൺസെപ്റ്റിലാണ് ശിവം വർക്ക് ചെയ്തത്. വുഡൻ ഫേർണിച്ചേഴ്സ്, വുഡൻ വിൻഡോസ്, ദെൻ അതിന്റെ ഡിസൈൻ സ്റ്റൈൽസ്, എവറിത്തിങ് കുറച്ചും കൂടി ട്രഡീഷണലിലേക്ക് ഇൻക്ലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു മോഡേൺ ഇന്റീരിയർ ആണ് നമ്മൾ ശിവത്തിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലയന്റുമായിട്ട് മീൻസ് ജയപ്രകാശ് സാറും ഫാമിലിയുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഇനീഷ്യൽ ആവശ്യം തന്നെ ഒരു 7 സെന്റിലുള്ള വീട് പ്ലാൻ ഫീൽ ചെയ്യരുത്. വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് ഫീൽ ചെയ്യണം. ഇതായിരുന്നു അവരുടെ ഫസ്റ്റ് റിക്വയർമെന്റ്. അതുകൊണ്ട് തന്നെ ഈ വീടിന്റെ സെൻട്രൽ സ്പേസിലാണ് ഇതിന്റെ ഫാമിലി ലിവിംഗ്, ഡൈനിങ് ആൻഡ് ഓപ്പൺ കിച്ചൺ ഇതെല്ലാം ഉൾപ്പെടുന്ന സെൻട്രൽ സ്പേസ് ആണ് ആക്ച്വലി ഈ വീടിന്റെ ഒരു കോർ പോയിന്റ് എന്ന് പറയാം. അവിടെ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർസും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് വീടിന്റെ എല്ലാ ബെഡ്റൂംസും ഇതിലേക്ക് കണക്റ്റഡ് ആണ്, ഈ സെൻട്രൽ സ്പേസിലേക്ക് കണക്റ്റഡ് ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന കോമൺ ഏരിയാസും ബെഡ്റൂംസും എല്ലാം ഓപ്പൺ ചെയ്യുന്ന ഈ സെൻട്രൽ സ്പേസിലേക്കാണ്. സോ ഈ ടോട്ടൽ പ്രൊജക്ടിന്റെ സ്പൈൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എല്ലാം കണക്ട് ചെയ്ത് ഈ ടോട്ടൽ വീടിനെ കണക്ട് ചെയ്ത് നിർത്തുന്നത് ഈ സെൻട്രൽ സ്പേസ് ആണ്. ഒരു 7 സെന്റിൽ ബിൽഡ് ചെയ്യുന്ന വീടായതുകൊണ്ട് തന്നെ ഫുട് പ്രിന്റ് വളരെ കുറവാണ്. പക്ഷെ ഇന്റേണലി അത് ഫീൽ ചെയ്യരുത് എന്നുള്ളത് കൊണ്ട് നമ്മൾ മാക്സിമം ഗ്രീൻ പോക്കറ്റ്സ് വീടിന്റെ ഉള്ളിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈവൻ ഡൈനിങ്ങിൽ നിന്ന് വിസിബിൾ ആയി നിൽക്കുന്ന ഒരു സൈഡ് കോർട്ട്യാർഡ് ഉണ്ട്. അതാണ് നമ്മൾ പ്രയർ സ്പേസ് ആയിട്ടും കൂടി ഡൈവേർട്ട് ചെയ്തത്. ആ പ്രയർ സ്പേസ് നമ്മുടെ ഡൈനിങ് ഏരിയക്ക് ഒരു ഗ്രീനറി വിഷ്വലി ഒരു ഗ്രീൻ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിനോട് കണക്ട് ചെയ്തും ചെറിയൊരു ഗ്രീൻ കോർട്ട്യാർഡ് ഉണ്ട്. ഇതിന്റെ എല്ലാം പർപ്പസ് ഒരു വളരെ ചെറിയൊരു സ്പേസിൽ ആ ഒരു കഞ്ചക്ഷൻ വീടിന്റെ ഉള്ളിൽ എവിടെയും ഫീൽ ചെയ്ത്, ഒരു ഇടുക്ക വീടിന്റെ ഉള്ളിൽ എവിടെയും ഫീൽ ചെയ്യാതെ നാച്ചുറലായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ഇന്റേണൽ സ്പേസസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഇന്റേണൽ യാർഡ്സിന്റെ പർപ്പസ്. ദെൻ വീടിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ കുറച്ച് ട്രഡീഷണൽ വേലാണ് വീടിന്റെ ടോട്ടൽ ഫർണിഷിങ്ങും അതിന്റെ ഡിസൈൻ കോൺസെപ്റ്റും ബിൽഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ വുഡന്റെ യൂസേജ് കുറച്ച് അധികമായിട്ട് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈവൻ ഫർണിച്ചറിന്റെ ഡീറ്റെയിലാണെന്നുണ്ടെങ്കിലും അതിന്റെ ഈ കാവിങ്സിലും എല്ലാം ആ ഒരു ട്രഡീഷണൽ എലമെന്റ്സ് കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ആണ്. ഈ പ്രൊജക്ടിന് ആവശ്യമായിട്ടുള്ള ഫർണിച്ചേഴ്സ് ആ വീടിന്റെ ക്യാരക്ടറായി ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഫർണിച്ചേഴ്സ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ആ വീടിന് എന്താണോ ആവശ്യമുള്ളത് അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വളരെ സ്ലീക്കാണ്, മിനിമലാണ്, സ്റ്റിൽ നമ്മളെ കേരള ട്രഡീഷൻ അതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സ്റ്റൈലുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഫർണിച്ചേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു മാസ്റ്റർ ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ ദെൻ 2 ബെഡ്റൂംസും ഉള്ളത്. ആ 2 ബെഡ്റൂമിൽ ഒന്ന് ഗസ്റ്റ് ബെഡ്റൂം ആണ്. ദെൻ സെക്കൻഡ് ബെഡ്റൂം ആണ് വീട്ടിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ബെഡ്റൂം എന്ന് വേണമെങ്കിൽ പറയാം. മകന് വേണ്ടി ഡിസൈൻ ചെയ്ത ബെഡ്റൂം. അത് ആക്ച്വലി ആ ബെഡ്റൂമിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ എൻ്റയർ ഏരിയ കാണുന്ന രീതിയിലാണ് ആ ബെഡ്റൂം പൊസിഷൻ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി സ്റ്റെയറിനോട് ചേർന്ന് ലാൻഡിംഗ് ഏരിയ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് മോന്റെ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് വീടിന്റെ പുറത്തേക്കുള്ള വ്യൂവും അതുപോലെ തന്നെ വീടിന്റെ ഇന്റേണൽ ഏരിയാസിലേക്കുള്ള വ്യൂസും
എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ബെഡ്റൂമിന്റെ പൊസിഷൻ കാരണം. ദെൻ ഈ ബെഡ്റൂമിന് നമ്മൾ എപ്പോഴും ഒരു കംഫർട്ട് ലിവിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഈവൻ ബേ വിൻഡോസ് ആവട്ടെ, സ്റ്റഡി ഏരിയാസ് ആവട്ടെ, വീടുമായിട്ടുള്ള എൻ്റെ വീടുമായിട്ടുള്ള കണക്ഷൻ ആവട്ടെ. കാരണം വീടുമായിട്ടും വീട്ടിലെ ഫാമിലിയുമായിട്ടും മോനും മോന്റെ റൂമും ഓൾവേസ് കണക്റ്റഡ് ആയിരിക്കണം. ദെൻ ആളുടേതായുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും വേണം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ബെഡ്റൂം ഡിസൈൻ ചെയ്തത്. അതുകൊണ്ടാണ് ആ രീതിയിലേക്ക് ഒരു പൊസിഷൻ കൊണ്ടുവന്നതും ദെൻ ആ റൂംസിലുള്ള ഫേർണിച്ചേഴ്സ് എല്ലാം ആ ഒരു പാറ്റേണിലേക്ക് ഈവൻ ആ ഒരു പേർപ്പസ് മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരു വളരെ ടൈറ്റ് ടൈം ഫ്രെയിമിൽ ചെയ്തൊരു പ്രൊജക്റ്റ് ആണിത്. ഒരു 2 വർഷത്തിന്റെ ഉള്ളിലാണ് ഈ കംപ്ലീറ്റ് പ്രൊജക്ട് വൈൻഡ് അപ്പ് ചെയ്തത്. ദെൻ ജയരാജ് സാർ ആണെങ്കിലും ടീച്ചർ ആണെന്നുണ്ടെങ്കിലും പ്രൊജക്ട് കഴിയുന്നവരെ ഞങ്ങളെ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എപ്പോഴും ഡിസ്കസ് ചെയ്യാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്പേസ് അവർ തന്നിട്ടുണ്ട്. അതിന്റെ ബെനിഫിറ്റ്സ് ഈ വീട്ടിലുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ദെൻ നമ്മളെ ക്ലയൻസും ആ പ്രൊജക്റ്റുമായില്ല ഈവൻ വൈൻഡ് അപ്പ് ചെയ്ത സമയത്ത് അതിന്റെ കൺക്ലൂഷനിൽ വളരെ ഹാപ്പി ആയിട്ടാണ് നമുക്ക് ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാനും അവർക്കത് ഹാൻഡ് ഓവർ ചെയ്യാനും പറ്റിയത്. അത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്.